ഒന്ന് ചിരിക്കാൻ കുറെ തമാശ വേണം. നമ്മളൊക്കെ തമാശ വേണം എന്ന് പറയുമ്പോഴും എന്താണ് യഥാർത്ഥത്തിൽ തമാശ എന്ന് ഓർക്കാറില്ല. എന്താണ് തമാശ? ഒരുത്തൻ്റെ ജീവിതത്തിൽ പറ്റുന്ന അബദ്ധം, അമളി, വിഷമം, ദുഃഖം, അത് മറ്റൊരുത്തൻ കണ്ട് ചിരിക്കുന്നതാണ് 90% തമാശ. അങ്ങനെ ഒരു തമാശയാണ് നിയാസ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ മയക്ക് പിടിച്ച് പ്രസംഗിച്ചിട്ടില്ലാത്തൊരു വ്യക്തി മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി വേദിയിൽ വന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഉണ്ടാവുന്ന സഭാകമ്പം. ഇത് ഞാനും നിയാസൊക്കെ ഒരു ക്ലബിൻ്റെ വാർഷികത്തിന് പോയി. അപ്പോൾ ആ ക്ലബ്ബിലെ വേണ്ട യുവാക്കൾക്ക് എല്ലാ ഉപദേശവും നിർദ്ദേശവും കൊടുത്തിരുന്നത് അവിടുത്തെ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു കുമാരേട്ടനാണ്. അപ്പോൾ ഈ ക്ലബ്ബ് മെമ്പർമാർ തീരുമാനിച്ചു ഈ വർഷത്തെ വാർഷികത്തിന് എന്തായാലും നന്ദി പറയാൻ നമുക്ക് കുമാരേട്ടനെ വിളിക്കാമെന്ന്. അങ്ങനെ കുമാരേട്ടനോട് പോലും ആലോചിക്കാതെ കുമാരേട്ടനെ വേദിയിലേക്ക് വിളിച്ചു നിർത്തി നന്ദി പ്രസംഗം നടത്തിച്ചു. വാക്കുകൾ കിട്ടാതെ ഖണ്ഡമിടറി കുമാരേട്ടൻ എന്തൊക്കെയോ പറഞ്ഞു. കുമാരേട്ടൻ്റെ വിഷമം മനസ്സിലാക്കാതെ പുറത്തിരുന്ന ഓഡിയൻസ് ചിരിച്ചു, പിറകിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ ചിരിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ് വണ്ടിയിൽ വരുമ്പോൾ ഈ കുമാരൻ ചേട്ടൻ്റെ പ്രസംഗം നിയാസ് അനുകരിച്ച് കാണിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ചിരിച്ചു. എന്തായാലും ഹാസ്യത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ മയക്ക് പിടിച്ച് പ്രസംഗിച്ചിട്ടില്ലാത്ത കുമാരൻ ചേട്ടൻ്റെ പ്രസംഗം നമുക്ക് നിയാസിലൂടെ കേൾക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. എന്തായാലും തൽക്കാലം കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. നമുക്ക് മുന്നിലേക്ക് ഇതാ കുമാരൻ ചേട്ടനായി നമ്മുടെ നിയാസ് എത്തുന്നു. നിയാസ് റെഡി അല്ലേ? പ്രിയമുള്ളവരെ, വരേറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ അവസാനമായി നന്ദി പ്രകാശിപ്പിക്കുക എന്ന കർത്തവ്യമാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശവും നിർദ്ദേശവും നൽകിയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കുമാരൻ ചേട്ടനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരേട്ടാ, കുമാരേട്ട എവിടെ പോയി കിടക്കുന്നത്? എന്താണോ ആ ഗാനമേളയുടെ ആൾക്കാർക്ക് അത് അവിടെ വെള്ളം വേണം. വന്ന് എത്ര നേരം എവിടെ കാത്തിരിക്കണം? അപ്പൊ ആ കുട്ടി ഇപ്പൊ 100 പ്രാവശ്യമായി വെള്ളം ചോദിച്ചത്. ഞാൻ ഇതാ കൊണ്ടുകൊടുക്കാൻ വരുമ്പോഴാണ്. ഇതാണോ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞിട്ട് വേണ്ട കലാപരിപാടി? അപ്പൊ തുടങ്ങിക്കൂടെ ആൾക്കാർ നേരത്തിലായിരിക്കാൻ. കുമാരേട്ട പ്രസംഗമൊക്കെ കഴിഞ്ഞു, ഇനി നന്ദി പ്രസംഗം കഴിഞ്ഞാൽ പിന്നെ കലാപരിപാടി. അപ്പൊ തുടങ്ങണോ? ഇനി ആരെ കാത്തിരിക്കണതാണ്? അപ്പൊ നന്ദി പറയാനാണ് ഇപ്പൊ കുമാരേട്ടനെ വിളിച്ച്. കുമാരേട്ടനാണ് നന്ദി പറയാൻ. എന്ത് പ്രാന്ത താൻ പറയണേ? ഞാൻ അവരെ വേദി കയറി വരും സംസാരിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത പണിക്ക് കുമാരേട്ട അതൊക്കെ പഠിച്ചിട്ടാ നമ്മുടെ നാട്ടുകാര് അവരോട് 2 വാക്ക് നന്ദി പറയാൻ. നന്ദി പറയുന്നതിനായി കുമാരൻ ചേട്ടനെ ക്ഷണിക്കുന്നു. അതെ, അവനറിയില്ല, അതുകൊണ്ടാട്ടോ. എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ഒരു ബഹുമാനം. അത് ചേട്ടൻ തന്നെ പറഞ്ഞാൽ മതി. കുമാരേട്ടൻ ഒന്നാമത് ഇത് തന്നെ നന്ദി പറയും. നന്ദി പറയാൻ കുമാരേട്ടനെ ക്ഷണിക്കും. പൈസ ഉണ്ടായില്ല, നന്ദി പറഞ്ഞു. എന്താ ഈ അവനെ അറിയില്ല. ഓരോ ജനങ്ങൾ കേൾക്കില്ലേ എന്താ സംസാരിക്കണ? നന്ദി പറയുക. നമ്മുടെ ഞാനിവിടെ ആ ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് പറയും. ഉണ്ണികൃഷ്ണ അവൻ നന്നായിട്ട് കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. അവനെ മൈക്ക് കൊടുത്താൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല. വെളിച്ചായാലും ഇതിന്റെ പിന്നിന്ന് പോയില്ല അവൻ. കുമാരേട്ടൻ പറഞ്ഞാൽ മതി. ശബ്ദം ഉണ്ടത് നമ്മുടെ ക്ലബ്. ഇതെന്തെങ്ങനെ വേർക്കണ? ഈ മറ്റേ ഇത് വർഷ എല്ലാ വർഷവും ശ്വാസം മുട്ടിയിട്ട് പറയില്ല. എല്ലാ വർഷം എല്ലാ കൊല്ലവർഷം ഈ വർഷാവർഷം നമ്മൾ നടത്തി പോരാ